ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിന്ന് ഒരു ചക്കപ്പൊരി ആയാലോ. ഇപ്പോൾ നമുക്കിന്ന് ചക്കപ്പൊരി ഉണ്ടാക്കാം. ചക്കപ്പൊരി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിത് നല്ല മധുരമുള്ള വരിക്ക ചക്ക തൊലിയും ചകിണിയും കുരുവെല്ലാം കളഞ്ഞ് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല മധുരമുള്ള ചക്കത്തോള. അപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് കുറച്ച് ബാറ്റർ ഉണ്ടാക്കണം. പിന്നെ ഒരു കപ്പ് അരിപ്പൊടി, വറുത്ത നമ്മൾ റൈസ് ഉണ്ടല്ലോ, അപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടി, പിന്നെ ഒരു കപ്പ് മൈദ, ഇത് രണ്ടും കൂടി നമുക്കൊന്ന് കലക്കിയെടുക്കാം. അപ്പോൾ അതിന് മുന്നേ, വീഡിയോയിലേക്ക് പോകുന്ന മുന്നേ എന്താ പറയുക, നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ പൊടി ഒന്ന് കലക്കിയെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദയിലേക്കും അരിപ്പൊടിയിലേക്കും ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി ഒരല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, 3 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് ഒന്ന് അധികം ലൂസായി പോവാതെ കട്ടിയായിട്ട് കലക്കിയെടുക്കാം. നമ്മളിപ്പോൾ ബാറ്റർ അതുപോലെ കലക്കി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഞാൻ കലക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ബാറ്റർ കലക്കി വെച്ചിട്ട് 10 മിനിറ്റോളം ആയി. നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചക്ക പൊരിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചക്ക ഫ്രൈ ചെയ്യാൻ വെക്കാം. ചെറിയ തീയിൽ നമ്മൾ എണ്ണ ചൂടായിട്ട് ചെറിയ തീയിൽ വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ നോർമൽ തീയാണുള്ളത്. എല്ലാ പീസും നമുക്കിതുപോലെ മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം. നമ്മുടെ ചക്കപ്പൊരി ഞാനിതാ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുക്കുന്നു. ആ ഭാഗം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. അടുത്ത ബാച്ച് ഇതുപോലെ വെച്ച് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു ചക്കപ്പൊരിയാണ്. നമ്മൾ ചക്ക ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ചക്കപ്പൊരി എന്താ പറയുക, ചക്ക വറുത്തെന്നൊക്കെ പറയില്ലേ, അതൊന്ന് മൂത്തയാക്കിയാണല്ലോ, പഴുക്കാത്തല്ലേ നമ്മൾ ഉണ്ടാക്കുക. ഇത് പഴുത്ത ചക്ക വെച്ച് നമ്മൾ പഴംപൊരി പോലെ ഒരു പൊരിയാണ്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നല്ലപോലെ ആയി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നമുക്കിത് ഫ്രൈ ആയിട്ടുണ്ട്, കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്കിതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നല്ലപോലെ മാവിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളെ സുന്ദരവും രുചികരവുമായ നമ്മളെ കിടിലൻ ചക്കപ്പൊരി തയ്യാറായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രുചിയാണ് കഴിക്കാൻ. അപ്പോൾ വീട്ടിൽ ചക്കയുള്ളപ്പോഴും ചക്ക കിട്ടുമ്പോഴും നമ്മൾ പഴുത്ത ചക്ക കിട്ടിയാൽ ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കുക. ചെയ്തിട്ടില്ല എങ്കിൽ നല്ല രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.